മലപ്പുറം എടപ്പാളിൽ നടന്ന ജനസഭയിൽ യുഡിഎഫിന്റെ സീറ്റ് വെച്ച് മാറ്റം ചർച്ചയാക്കി ബിജെപി. പരസ്പരം കടിപിടികൂടി യുഡിഎഫ് എൽഡിഎഫ് പ്രതിനിധികൾ. പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയെ എംഎസ്എഫ് എസ്എഫ്ഐ പ്രവർത്തകർ കോളേജിൽ തടഞ്ഞതും പ്രേക്ഷകർ ചർച്ചയാക്കി. ജനപങ്കാളിത്തം കൊണ്ടും വാദപ്രതിവാദങ്ങളാലും എടപ്പാളിലെ ജനസഭ കൂടുതൽ ജനകീയമായി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മലപ്പുറത്തിന്റെ പ്രവേശന കവാടമായ എടപ്പാളിലായിരുന്നു ജനസഭ. ജനപങ്കാളിത്തത്താലും ചോദ്യോത്തരങ്ങളാലും ജനസഭ കൂടുതൽ ജനകീയമായി. ഇതിനിടയിൽ ജനസഭ തടസ്സപ്പെടുത്താനും ശ്രമം നടന്നു. എൻഡിഎ സ്ഥാനാർത്ഥിയെ എംഎസ്എഫ് എസ്എഫ്ഐ വിദ്യാർത്ഥികൾ തടഞ്ഞ സംഭവത്തിൽ യുഡിഎഫ് നിലപാടെന്തെന്ന് പ്രേക്ഷകന്റെ ചോദ്യം. കോളേജിൽ വെച്ച സംഭവം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടെ വെച്ച് പറയുന്നത് വർഗീയവാദികൾക്ക് ഈ ക്യാമ്പസിൽ പ്രവേശനമില്ല എന്നാണ്. രണ്ടാമതൊരു കാര്യം അവിടുന്ന് പറഞ്ഞത് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത നിങ്ങൾ എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നതാണ്. അത് വർഗീയതയല്ലേ? അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ്? വർഗീയവാദികൾക്ക് ഈ ക്യാമ്പസിൽ പ്രവേശനമില്ല. ഞാൻ പറയുന്നു, ഒരു ക്യാമ്പസിലും ഒരു വർഗീയവാദിയെയും പ്രവേശിപ്പിക്കാൻ പാടില്ല. എങ്ങനെ വർഗീയവാദിയാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് നിവേദിത രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ട്. അവരൊരു ബിജെപി ആണ് എന്നുള്ളത് തന്നെയാണ് അവർ വർഗീയവാദി എന്നുള്ളതിന്റെ സാക്ഷ്യം. യുഡിഎഫിന്റെ സീറ്റ് വെച്ച് മാറ്റം ചർച്ചയായതിന് പിന്നാലെ മുൻ ലീഗ് നേതാവും എൽഡിഎഫ് സ്ഥാനാർത്ഥിയുമായ കെ.എസ്. ഹംസയെ ചൊല്ലിയായി നേതാക്കന്മാരുടെ കടിപിടി. ഈ മണ്ഡലം മാറ്റത്തിലും ദുർബലമായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലും പരസ്പരം ഗുരു ശിഷ്യന്മാരെയെല്ലാം സൗകര്യാർത്ഥമായി മത്സരിപ്പിക്കുന്നതിലുമെല്ലാം പണ്ട് പിണറായി വിജയനെതിരെ തെറി പറഞ്ഞ് നടന്ന സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് പറഞ്ഞ ഹംസയെ ഉൾപ്പെടെ മത്സരിപ്പിക്കുന്നതിലുമെല്ലാം മുസ്ലിം ലീഗിന്റെയും CPM-ന്റെയും അന്തർധാര സജീവമാണ് എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. യുഡിഎഫ് CPM-ന്റെ കീഴിലുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകൾ കള്ളപ്പണത്തിന്റെ കേന്ദ്രങ്ങളാണെന്നും ബിജെപി പ്രതിനിധി ആരോപിച്ചു. താനൂർ ബാങ്കിനെ തകർക്കാൻ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM നിക്ഷേപം മുഴുവൻ പിൻവലിച്ചു. ബിജെപിയുടെ സാധാരണ ആളുകളുടെ നിക്ഷേപം കൊണ്ടുപോയി അത് കരിപ്പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ നിക്ഷേപം വാങ്ങാൻ പാടില്ല. ബാങ്കിനെ ഞെക്കിക്കൊന്നിട്ട്, ഒരു സഹകരണ ബാങ്കിനെ ഞെക്കിക്കൊന്നിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഈ പാർട്ടിയുടെ നേതാവ് ഇവിടെ നിന്ന് പറയുന്നത്. കരുവന്നൂരിൽ പാവപ്പെട്ട പൈസ മുക്കിയിട്ട് കയറി ഇറങ്ങിയ നേതാക്കന്മാര് എന്നിട്ടാ പറയുന്നത്. ജനപങ്കാളിത്തത്താലും വാദപ്രതിവാദങ്ങളാലും എടപ്പാളിലെ ജനസഭ ശ്രദ്ധേയമായി. ജനം, മലപ്പുറം.